നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് കരുതുന്നു. അപ്പോ നമ്മള് MPA 012 അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്ന പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ എൻറ്റയർ തിയറി പേപ്പറിന്റെ ബേസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിറ്റ് പക്കയായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള യൂണിറ്റുകളൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു യൂണിറ്റിന്റെ പേര് എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മീനിങ്, നേച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം, പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ചാപ്റ്ററിൽ സൂചിപ്പിക്കുന്നുണ്ടാവുക, പഠിക്കുന്നുണ്ടാവുക. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, അപ്പോ നമ്മൾ ഇതിനെ രണ്ട് പാർട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ടും പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ്, നേച്ചർ, സ്കോപ്പ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. പിന്നെ ഇമ്പോർട്ടൻസും പബ്ലിക് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷന്റെ സിമിലാരിറ്റീസും ഡിഫറൻസും നമ്മൾ അടുത്ത യൂണിറ്റിലായിരിക്കും, അതായത് അടുത്ത വീഡിയോയിലായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് വേഗം തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ്, നേച്ചർ, സ്കോപ്പ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചു വരാം. ഓക്കെ, നിങ്ങൾ ഫാസ്റ്റ് ആണെന്ന് കരുതേണ്ട, നമുക്ക് വളരെ മനസ്സിലാക്കി വളരെ സാവധാനത്തിൽ തന്നെ നമ്മൾ പോകും കേട്ടോ. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയാം. അതായത് അഡ്മിനിസ്ട്രേ എന്ന വാക്കിൽ നിന്നാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ അഡ്മിനിസ്ട്രേ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് ടു കെയർ ഫോർ ഓർ ലുക്ക് ആഫ്റ്റർ പീപ്പിൾ ഓർ സെർവ് ദ പീപ്പിൾ, ഇങ്ങനെയൊക്കെയാണ് എന്താ പറയാ അഡ്മിനിസ്ട്രേ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. അതേ അർത്ഥം തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിനും വരുന്നത്. അതായത് ജനങ്ങളെ സേവിക്കാനായിട്ട്, ടു സെർവ് ദ പീപ്പിൾ. അതായത് നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഭരണാധികാരികളൊക്കെ നമ്മൾ എന്താ പറയാ പബ്ലിക് സർവൻസ് എന്നാ വിളിക്കുക. ഓക്കെ, അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ സെർവ് ചെയ്യാൻ എന്താ പറയാ മനസ്സുള്ളവരെ അല്ലെങ്കിൽ താല്പര്യമുള്ളവരെയാണ് ഈ ബ്യൂറോക്രസി ഒക്കെ ആയിട്ട് മാറുന്നുണ്ടല്ലോ. അപ്പോ അത് നമ്മളെ എന്താ പറയാ സംരക്ഷിക്കാനും സേവിക്കാനും ഒക്കെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ മൊത്തത്തിൽ. അത് ജനങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭരണാധികാരം ശരിക്കും ഉള്ളത്. സോ അഡ്മിനിസ്ട്രേഷൻ എന്താ പറയാ മൊത്തത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് കോർപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ഫോർ പേർപ്പസ് ഓഫ് അച്ചീവിങ് ഡിസൈഡ് ഗോൾസ് ഓർ ഡിസൈഡ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അതൊരിക്കലും ഒരു ഒറ്റയ്ക്കുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, അതായത് ഒരു ഡിസൈഡ് ഗോൾസ് അല്ലെങ്കിൽ മുന്നേക്ക് എന്താ പറയാ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താ പറയാ നടപ്പിൽ വരുത്താനുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റിനെയാണ് എന്ത് പറയാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. സോ നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ എന്താ പറയാ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് തിങ്കേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ ഫെലിക്സ് നിഗ്രോ അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം അഡ്മിനിസ്ട്രേഷൻ ഡിഫൈൻ ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഓർഗനൈസേഷൻ ആൻഡ് യൂസ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ടു അക്കംപ്ലിഷ് പർപ്പസ്. അതായത് മനുഷ്യരെയും മെറ്റീരിയൽസും ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രവൃത്തിയെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഫെലിക്സ് നിഗ്രോ പറയുന്നത്. ദെൻ ലൂതർ കളിക്ക് എന്താ പറയുന്നത് നോക്കാം. ലൂതർ കളിക്ക് പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു വിത്ത് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഡിഫൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഈ മുന്നേ എന്താ പറയുക പ്ലാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള സംഭവങ്ങൾ നേടിയെടുക്കുന്നതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്നാണ് ലൂതർ കളിക്ക് പറയുന്നത്. പിന്നെ ഇയൻ ഗ്ലാഡൻ പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ഡിറ്റർമൈൻഡ് ആക്ഷൻ ടേക്കൻ ഇൻ പെർസ്യൂട്ട് ഓഫ് കോൺഷ്യസ് പർപ്പസ്. അതായത് കൃത്യമായിട്ടുള്ള എന്താ പറയുക ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളെ അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തുന്ന പ്രവൃത്തിയെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ആര് പറയുന്നത്, ഇയൻ ഗ്ലാഡൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എൽ ഡി വൈറ്റ്, പിന്നെ എൽ ഡി വൈറ്റ് പറയുന്നത്, എൽ ഡി വൈറ്റ് നമുക്ക് അറിയാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഡിസിപ്ലിൻ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള തിങ്കറാണ് എൽ ഡി വൈറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ദ ആർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഡയറക്ഷൻ, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെനി പേഴ്സൺസ് ടു അച്ചീവ് സം പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതായത് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ഡയറക്റ്റ് ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും, കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതിനൊക്കെയാണ് എന്താ പറയുക അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ ബ്രൂക്സ് ആഡംസ് പറയുന്നത്, administration is a capacity of coordinating many and often conflicting social energies in a single organism so adroitly that they shall operate as a unity. അതായത് ഒരു മൊത്തം വിഭാഗത്തെ അല്ലെങ്കിൽ പലതായി കിടക്കുന്ന പല എന്താ പറയുക എനർജീസിനെ ഒരു സിംഗിൾ പോയിന്റിലോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് കൊണ്ടു നടക്കുന്നതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ബ്രൂക്സ് ആഡം പറയുന്നത്. ദെൻ പിഫ്നറുടെ
ഓക്കെ, ജെയിൻ പ്രിഫ്നർ ആൻഡ് പ്രസ്ത്യൂസ് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ടു അച്ചീവ് ഡിസൈഡ് എയിംസ്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷന് വേണ്ടി എത്ര ആൾക്കാർ വരണം, അതായത് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ഒറ്റ വാക്കി വിളിക്കാൻ എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ അഡ്മിനിസ്ട്രേഷൻ, ഓർഗനൈസേഷൻ, മാനേജ്മെന്റ്, ഇത് കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലെ സാമ്യത വരുന്ന വാക്കുകളാണെന്ന് തോന്നുന്നു. അതായത് ഇതിന്റെ അർത്ഥം അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, അപ്പൊ എന്താ വ്യത്യാസം എന്താ? അത് ഏകദേശം ഒരേ ഡ്യൂട്ടികൾ തന്നെയല്ലേ അത് ചെയ്യുന്നതെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. അതായത് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതൊരു ഡിറ്റർമിനേറ്റീവ് ഫംഗ്ഷൻ ആണ്. അതായത് ഏതൊരു ഓർഗനൈസേഷന്റെയും ബേസ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതേ സംഭവം ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതൊരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണ്. അതായത് പ്രൈമർലി കൺസേൺ വിത്ത് ക്യാരിങ് ഔട്ട് ഓഫ് ദ ബ്രോഡ് പോളിസീസ് ലെയ്ഡ് ഡൗൺ ബൈ ദ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അതായത് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുന്ന പോളിസീസ് എക്സിക്യൂട്ടീവ് ചെയ്യുക എന്നുള്ളതാണ്, എന്താ പറയുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പണി? മാനേജ്മെന്റിന്റെ പണി എന്ന് പറയുന്നത്. ഈ ഓർഗനൈസേഷൻ ആവട്ടെ ഇസ് ദ ഇസ് ദ മെഷീനറി ത്രൂ വിച്ച് കോർഡിനേഷൻ ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. അതായത് അഡ്മിനിസ്ട്രേഷനെയും മാനേജ്മെന്റിനെയും കണക്ട് ചെയ്യിക്കുന്ന ഒരു ലിങ്ക് പോലെയാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് ഒരു മെഷീനറിയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സംഭവം എന്താ പറയാ, ചുമതലകളും കാര്യങ്ങളൊക്കെ ഏകദേശം സാമ്യം വരുമെങ്കിലും ഇതൊന്നല്ല. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബേസ് ആണ്, അതൊരു ഡിറ്റർമിനേറ്റീവ് ഫംഗ്ഷൻ ആണ്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ടുള്ള പോളിസീസും കാര്യങ്ങളും അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി, അതായത് ഒന്ന് കൊണ്ടുനടക്കാം. പിന്നെ പ്രധാനമായിട്ട് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സൈഡിലോട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ആ പദം ഉപയോഗിക്കാറുള്ളത് തന്നെ. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കണക്ടിങ് ലിങ്ക് ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കും. ഇത്ര നേരം നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് വളരെ എളുപ്പത്തിൽ നോക്കി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മീനിങ് നോക്കുമ്പോൾ ഇറ്റ്സ് റെഫേഴ്സ് ടു ദാറ്റ് പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പാർട്ടാണ് വിച്ച് പെർട്ടൈൻസ് ടു ദ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ്. അതായത് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഭാഗമാണ്, അതായത് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസ് എന്താണോ അതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഒറ്റ വാക്കിൽ പറയുന്നത്. അതായത് ഗവൺമെന്റ് എന്താണോ ചെയ്തത് അതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്താലും അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഗവൺമെന്റിനോടും രാജ്യത്തിനോടും അതായത് സ്റ്റേറ്റിനോടും റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു പ്രവൃത്തിയെയും നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിളിക്കാൻ പറ്റും. ദെൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ നോൺ പൊളിറ്റിക്കൽ ബ്യൂറോക്രസി ദാറ്റ് അപ്ഹോൾഡ്സ് സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ്സ്, പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് ലോസ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രാജ്യമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക് ഇൻട്രസ്റ്റ് ആവട്ടെയോ സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ്സ് ആവട്ടെ ലോസ് ആവട്ടെ എന്തും, അതായത് ഒരു രാജ്യത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ഫോക്കസസ് ഓൺ പോളിസി എക്സിക്യൂഷൻ, സപ്പോർട്ട്സ് പോളിസി മേക്കിംഗ്. അതായത് പോളിസികൾ ഉണ്ടാക്കാൻ മാത്രമല്ല പോളിസികൾ നടപ്പിൽ വരുത്താനും സഹായിക്കുന്നുണ്ട് എന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ ആൻഡ് സ്പാൻസ് ഓൾ ഗവൺമെന്റ് ബ്രാഞ്ചസ്, മെയിൻലി ഇത് എക്സിക്യൂട്ടീവ്. അതായത് ഗവൺമെന്റിന്റെ 3 ബ്രാഞ്ചുകളെയും, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഈ 3 ബ്രാഞ്ചുകളെയും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചാണ്. അതായത് ബ്യൂറോക്രസി അടങ്ങുന്ന ഒരു നമ്മുടെ ഈ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ആ വിഭാഗത്തെ ഫോക്കസ് ചെയ്തിട്ടാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിലകൊള്ളുന്നത്. ഓക്കെ, ദെൻ ഡെഫിനിഷൻസ് നമുക്കറിയാം. വുഡ്രോ വിൽസൺ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും വുഡ്രോ വിൽസനെ. നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഫാദർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് വുഡ്രോ വിൽസനെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് ലോ. എവറി പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഈസ് ആൻ ആക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതായത് സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് ലോ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ എന്താ പറയാ കാര്യങ്ങൾ നടത്തുന്നതിനപ്പുറം കൃത്യമായിട്ടുള്ള എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലോ നടപ്പിൽ വരുത്തുന്നതിനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു ഗവൺമെന്റിന് എന്തൊരു കാര്യമാവട്ടെ അത് എങ്ങനെയാണോ നടപ്പിൽ വരുത്തുന്നത് അതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് വുഡ്രോ വിൽസന്റെ വാക്കുകൾ എന്ന് മനസ്സിലാക്കുന്നത്. ദെൻ ഡുലിറ്റ് വാൾഡോ, അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് എന്താ പറയാ, ഈ കഴിഞ്ഞ നെറ്റ് പരീക്ഷ കൂടി ഇദ്ദേഹത്തിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ PG ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ട് നമ്മുടെ സ്വപ്നമാണ് നെറ്റും JRF ഒക്കെ എന്നുള്ളത്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എന്താ പറയാ ഒട്ടും എന്താ പറയാ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നത്, അല്ല സോറി അങ്ങനല്ല, ഒരു പരീക്ഷയെ പോലും എന്താ പറയുക ഇതുവരെ വിട്ടുപോകാത്തൊരു വ്യക്തി എന്ന് പറയുന്ന ആളാണ് വാൾഡോ എന്ന് പറയുന്നത്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ വാൾഡോ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നോക്കാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജ്മെന്റ് ആസ് അപ്ലൈഡ് ടു ദ അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ്. അതായത് രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്.
ഓക്കെ. ആർട്ട്, അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആർട്ട് എന്ന് വിശേഷിപ്പിച്ചായിരുന്നിരിക്കും, വേണമെങ്കിൽ എങ്ങനെ വയ്ക്കും, ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജ്മെന്റ്, അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിച്ചാരെന്ന് ഒരു പക്ഷേ നെറ്റ് എക്സാമിനൊക്കെ വൺ വേർഡ് ഐ മീൻ ഇങ്ങനെ എന്താ പറയുക OMR ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജ്മെന്റ് ആസ് അപ്ലൈഡ് ടു ദ അഫയർ ഓഫ് സ്റ്റേറ്റ്. ദെൻ പിഫിനർ പറയുന്നത് നോക്കാം. Administration consists of getting the work of government done by coordinating the efforts of people so that they can work together to accomplish their set task. അതായത് പബ്ലിക് എന്താ പറയാ, ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഒരു ഒറ്റ കാര്യം നേടാൻ വേണ്ടിയിട്ട് ആളുകളെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് ആണ് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ദെൻ ലൂതർ ഗലിക്, നമുക്കറിയാം അഡ്മിനിസ്ട്രേഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ലൂതർ ഗലിക് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നേരത്തെ നമ്മളവിടെ എന്താ പറയാ, ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചു. ഇപ്പൊ സയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇറ്റ് കൺസേൺ ഇറ്റ് സെൽഫ് പ്രൈമർലി വിത്ത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് വോ ദ വർക്ക് ഓഫ് ദ ഗവൺമെന്റ് ഈസ് ഡൺ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കുന്ന എന്താ പറയുക ഗവൺമെന്റിന്റെ സയൻസ് ആണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ സയൻസ് ആണ് എന്താ പറയുക പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ലൂതർ ഗലിക് പറയുന്നത്. ദെൻ പേഴ്സി മാക്യൂൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് റിലേറ്റഡ് ടു ദ ഓപ്പറേഷൻസ് ഓഫ് ഗവൺമെന്റ് വെദർ ലോക്കൽ ഓർ സെൻട്രൽ. അതായത് ഇപ്പൊ നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഗവൺമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, ലോക്കൽ ഗവൺമെന്റ് ഉണ്ട്. ഇതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റുകളുണ്ട്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഉണ്ട്, ഫെഡറൽ ഗവൺമെന്റ്, അങ്ങനെ ഒരുപാട് ഗവൺമെന്റുകളുണ്ട്. അപ്പൊ എന്തോ ആവട്ടെ ഗവൺമെന്റ്, അതായത് രാജ്യത്തെ ഭരിക്കുന്നവർ ലോക്കലായിട്ട് ചെറിയ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിലും വലിയ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിലും എന്ത് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിലും ഗവൺമെന്റിന്റെ ആണോ അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് എന്നാണ് മാക്യൂൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സമ്മപ്പ് ആയിട്ട് വേണമെങ്കിൽ ഇതാ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ നോൺ പൊളിറ്റിക്കൽ പബ്ലിക് ബ്യൂറോക്രസി ഓപ്പറേറ്റിംഗ് ഇൻ എ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് നമുക്ക് പഠിക്കാം. അതായത് ശ്രദ്ധിക്കണം, നോൺ പൊളിറ്റിക്കൽ പബ്ലിക് ബ്യൂറോക്രസി ആണ്, പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്താണ്. ഓക്കെ, അത് മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് നോൺ പൊളിറ്റിക്കൽ ആണെങ്കിൽ കൂടി ഇതൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, അപ്പൊ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാം പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ രാജ്യത്തിന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. അതായത് രാഷ്ട്രത്തെ കുറിച്ച് സംബന്ധിക്കുന്ന എല്ലാം രാഷ്ട്രീയമാണ്. ഓക്കെ, അല്ലാതെ കേവലം എന്താ പറയാ പാർട്ടി രാഷ്ട്രീയം അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്, കക്ഷി രാഷ്ട്രീയം അല്ല. ഓക്കെ, സോ പ്രത്യേകം ശ്രദ്ധിക്കുക, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ നോൺ പൊളിറ്റിക്കൽ പബ്ലിക് ബ്യൂറോക്രസി ഓപ്പറേറ്റിംഗ് ഇൻ എ പൊളിറ്റിക്കൽ സിസ്റ്റം. Then it deals with the ends of the state, the sovereign will, the public interest and laws. അതായത് എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡീൽ ചെയ്യുന്നുണ്ട്. Then public administration is the business side of government and as such is concerned with policy execution, but it's also concerned with policy making. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളിസികൾ മേക്ക് ചെയ്യാനും പോളിസികൾ എക്സിക്യൂട്ട് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സഹായിക്കുന്നുണ്ട്. Then public administration covers all three branches of government, although it tends to be കോൺസെൻട്രേറ്റഡ് ഇൻ ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്. Then it provides regulatory and services function to the people in order to attain a good life. അതായത് നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട്, പൗരന്മാർക്ക് നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ആക്ടുകളും ലോസും റെഗുലേറ്ററി ആയിട്ട് എന്താ പറയാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. That is a interdisciplinary in nature as it draws upon the other social science like political science, economics and social science, sociology. ഓക്കെ, അപ്പൊ എന്താ പറയാ ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്ട്. നമുക്കറിയാം ഇപ്പൊ എക്കണോമിക്സ് ഇല്ലാതെ രാജ്യം വർക്ക് ചെയ്യില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ എക്കണോമിക്സും ഈ പൊളിറ്റിക്കൽ സയൻസും എല്ലാം ചേർന്നിട്ടാണ് നമുക്ക് എന്താ പറയാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യാന്ന് പറയുന്നത്. ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി ആണ്. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. നോൺ പൊളിറ്റിക്കൽ ബ്യൂറോക്രസി ആണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് ലോസ് എന്താ പറയാ ഉണ്ടാക്കുന്നുണ്ട്, ദെൻ പോളിസി എക്സിക്യൂഷനും പോളിസി മേക്കിങ്ങും ഉണ്ട്, 3 ബ്രാഞ്ചസ് ഉണ്ട്, അതിൽ ഫോക്കസ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലാണ്. ഓക്കെ, ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മീനിങ്ങിൽ പഠിച്ചു. ദെൻ നേച്ചർ പഠിക്കാം, നേച്ചർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പ്രധാനമായിട്ട് നമുക്ക് 2 വ്യൂവിലാണ് നമുക്ക് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നേച്ചർ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഇന്റഗ്രൽ വ്യൂ ആണ്, സെക്കൻഡ് മാനേജറൽ വ്യൂ ആണ്. അപ്പൊ ഇന്റഗ്രൽ വ്യൂ പറയുമ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ എന്തോ എല്ലാം കൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അതായത് ശരിക്കും എന്തിനാണ് അത് സം ടോട്ടൽ ഓഫ് ഓൾ ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റിന്റെ എല്ലാ ആക്ടിവിറ്റീസും ചേർന്നതാണ്. അതായത് ഒരു ക്ലർക്ക് മുതൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മാനേജറുടെ വരെ ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്താ പറയാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് മാനുവൽ ആവട്ടെ, ക്ലറിക്കൽ ആവട്ടെ, മാനേജറിയൽ ആവട്ടെ, എല്ലാ പദ്ധതികളും ചേർന്നിട്ടുള്ളതാണ് ഇന്റഗ്രൽ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരെല്ലാവരും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഇന്റഗ്രൽ വ്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഹെൻറി ഫയോളും LD വൈറ്റും ആണ് ഈ വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നത്.
ദെൻ മാനേജറിയൽ വ്യൂ. ഈ മാനേജറിയൽ വ്യൂ എന്ന് പറയുന്നത് അത് കേവലം എന്താ പറയാ, ഈ പ്ലാനിങ്ങിലും ഓർഗനൈസേഷനിലും ഈ കൺട്രോളിങ്ങിലും കമാൻഡിങ്ങിലും ആരാണോ ഇൻവോൾവ് ആവുന്നത് അവര് ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതാണ് മാനേജറിയൽ വ്യൂ. അതായത് മാനേജേഴ്സിന്റെ പെർസ്പെക്ടീവിൽ നിന്നാണ് ആ മാനേജറിയൽ വ്യൂ പറയുന്നത്. അപ്പൊ ഇന്റർണൽ വ്യൂ എന്ന് പറയുമ്പോൾ അത് എല്ലാവരെയും എന്താ പറയുക എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നും. എന്നാൽ അതല്ല, ഒരു മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ആരാണോ എന്താ പറയുക ഓർഗനൈസ് ചെയ്യുന്നത്, പ്ലാനിങ് ചെയ്യുന്നത്, കമാൻഡ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, ഇവരുടെയൊക്കെ എന്താ പറയുക ആക്ടിവിറ്റിയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് മാനേജർ റിവ്യൂ എന്ന് പറയുന്നത്. ലൂതർ ഗള്ളിക്കും ഹെർബർട്ട് സൈമനുമാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മീനിങ് പഠിച്ചു, നേച്ചർ പഠിച്ചു, സ്കോപ്പ് പഠിച്ചു. ഇനി നമുക്ക് മീനിങ് നേച്ചർ പഠിച്ചു. ഇനി നമ്മൾ സ്കോപ്പ് പഠിക്കാൻ പോവാണ്. സ്കോപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം, ആസ് എ ആക്ടിവിറ്റിയും ആസ് എ ഡിസിപ്ലിനും. ഓക്കെ, ഈ സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. മീനിങ്ങിനെ അപേക്ഷിച്ച് സ്കോപ്പ് ആണ് പലപ്പോഴും എക്സാമിന് ചോദിച്ചതായി കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. ഈ സ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രവർത്തന രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതായത് എങ്ങനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ സ്കോപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടായിട്ട് തരംതിരിക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആസ് എൻ ആക്ടിവിറ്റി. അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ് എ ആക്ടിവിറ്റി നോക്കുമ്പോൾ അത് ഗവൺമെന്റിന്റെ എല്ലാ പരിപാടിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് വെൽഫെയർ ആവട്ടെ, സോഷ്യൽ സെക്യൂരിറ്റി ആവട്ടെ, ബാക്കി ഏതൊരു പോളിസീസ് ആണെങ്കിലും അത് എന്താ പറയുക പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. ഡിഫൻസും എന്താ പറയുക പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. ഓക്കെ, ഇൻഡസ്ട്രി ആൻഡ് റെഗുലേറ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്, പബ്ലിക് പോളിസി, എന്തോടെ ഗവൺമെന്റിനെ തൊട്ട് എന്താ പറയുക A to Z കാര്യങ്ങൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതാണ് ആസ് എ ആക്ടിവിറ്റി നോക്കുന്നത്. ഇനി ആസ് എ ഡിസിപ്ലിൻ നോക്കുമ്പോൾ നമുക്ക് ഇതിനെ രണ്ടായിട്ട് പിന്നെ തരംതിരിക്കേണ്ടി വരും, പോസ്റ്റ് കോർ വ്യൂയും സബ്ജക്ട് മാറ്റർ വ്യൂ. അതായത് ഇതിനെ പഠന വിധേയമാകുമ്പോൾ രണ്ട് തരത്തിലാക്കി നിൽക്കുന്നത് പോസ്റ്റ് കോർ വ്യൂയും സബ്ജക്ട് മാറ്റർ വ്യൂ. പോസ്റ്റ് കോർ വ്യൂ എന്ന് പറയുന്നത് ലൂതർ ഗള്ളിക്കിന്റെ എന്താ പറയുക സംഭാവനയാണ്. അതായത് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരുപാട് റൂൾസ് കാര്യങ്ങൾ ഒരു ഒറ്റ ചരടിൽ കോർത്താണൊക്കെയാണ് ലൂതർ ഗള്ളി ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ പോസ്റ്റ് കോർബ് എന്ന വാക്ക് എന്നുള്ളത് ഒരു 7 പദങ്ങളെ എന്താ പറയുക 7 പദങ്ങളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാക്കിയുള്ള വാക്കാണ്. ഓക്കെ, അപ്പോ പി എന്ന് പറയുന്നത് പ്ലാനിങ്ങിനെ സൂചിപ്പിക്കുകയാണ്. അതായത് എന്ത് ചെയ്യണം, അതായത് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ തീരുമാനിക്കാൻ എന്തായാലും പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ലാതെ ഒരിക്കലും ഒരു കമ്പനി മര്യാദക്ക് മുന്നോട്ട് പോകില്ല. അപ്പോൾ ഈ പ്ലാനിങ് ആണ് പോസ്റ്റ് കോഡിലെ ഫസ്റ്റ് പി എന്ന് പറയുന്നത്. ദെൻ ഓർഗനൈസേഷൻ. നമുക്കറിയാം എന്താ പറയാ, ഒരു സ്ട്രക്ചർ ഇല്ലാതെ ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യില്ല. അതായത് മാനേജർ എത്ര വേണം, താഴെ എത്ര വർക്കേഴ്സ് വേണം, ഏറ്റവും താഴെ എത്ര വർക്കേഴ്സ് വേണം, അങ്ങനെ വർക്കേഴ്സിന്റെ എണ്ണവും കാര്യങ്ങളും ഒരു ഫോർമൽ സ്ട്രക്ചർ എന്തായാലും നമുക്ക് എന്താ പറയാ ഓർഗനൈസേഷൻ ആവശ്യമുണ്ട്. അതാണ് ഓർഗനൈസേഷനിൽ ഇവിടെ പോസ്റ്റ് കോർപ്പിൽ അർത്ഥമാക്കുന്നത്. ദെൻ യെസ്, സ്റ്റാഫിംഗ്. നമുക്കറിയാം ഒരു എന്താ പറയാ ഓർഗനൈസേഷന്റെ പവർ എന്ന് പറയുന്നത് അതിന്റെ എംപ്ലോയീസ് ആണ്, വർക്കേഴ്സ് ആണ്. അപ്പോൾ ഈ എങ്ങനെയാണ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എത്ര എന്താ പറയുക വർക്കേഴ്സ് ഇതിന് ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ അർത്ഥമാക്കുന്നത് സ്റ്റാഫിംഗ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. ദെൻ ഡയറക്റ്റിംഗ്. നമുക്കറിയാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അത് ഡയറക്റ്റ് ചെയ്യാൻ ഒരാൾ വേണം. അതായത് നേർരീതി കൊണ്ടുനടക്കാൻ, എങ്ങനെ പോകണമെന്നും ഇതിങ്ങനെ ചെയ്യണമെന്നും ഒരു തീരുമാനം എടുക്കാൻ ഒരാൾ വേണം. ഓക്കെ, അപ്പൊ അതാണ് ഡയറക്റ്റിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ കോർഡിനേറ്റിംഗ്. നമുക്കറിയാം എന്താ പറയാ ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒരുപാട് സബ് ഡിപ്പാർട്ട്മെന്റുകൾ കീഴെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ സബ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ചേർത്തുകൊണ്ട് എന്താ പറയാ ഒറ്റ നൂലിൽ കൂർത്തിണക്കിക്കൊണ്ടായിരിക്കും നമുക്ക് എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇന്റർ റിലേറ്റിംഗ് ദ വർക്ക് ഓഫ് വാരിയസ് ഡിവിഷൻസ്, പല പല ഡിവിഷൻസിലുള്ള ആൾക്കാരെ ചേർത്ത് കൊണ്ടുപോയാലേ നമുക്ക് എന്താ പറയാ ഈ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പോകുള്ളൂ. ദെൻ റിപ്പോർട്ടിങ്. നമുക്കറിയാം എന്താ പറയാ ഇപ്പൊ എന്ത് നടക്കുന്നു എന്നുള്ളത്. താഴെ ഇപ്പോൾ ഒരുപാട് കമ്പനി ഉണ്ടാകുമ്പോൾ, അതായത് ഒരു കമ്പനി തന്നെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും, ഏറ്റവും താഴെ നടക്കുന്നത് എന്താണെന്ന് ടോപ്പിലുള്ള ആൾക്കാർ അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഈ എന്താ പറയുക ഇവിടെ എന്താണോ നടക്കുന്നത് എന്ന് ടോപ്പിലുള്ള അതോറിറ്റിക്ക് നമ്മൾ പറയേണ്ടതുണ്ട്, അതിന് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ ഈ പോസ്റ്റ് കോർപ്പിൽ അർത്ഥമാക്കുന്നത് റിപ്പോർട്ടിംഗ്. ദെൻ ബഡ്ജറ്റിംഗ്. നമുക്കറിയാം പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല. ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യണമെങ്കിൽ പൈസ വേണം. അപ്പോൾ ഈ ഫിസിക്കൽ പ്ലാനിംഗ് ആണ് എന്താ പറയാ ബഡ്ജറ്റിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടാതെ അക്കൗണ്ടിങ്ങും കൺട്രോളിങ്ങും ഒക്കെ എന്താ പറയാ ഈ ബഡ്ജറ്റിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ അപ്പൊ പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്നത് 7 പദങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വാക്കാണ് പോസ്റ്റ് കോർപ്പ് എന്നുള്ളത്. സോ പോസ്റ്റ് കോർപ്പ് പ്ലാനിങ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേർത്തുള്ളതാണ് പോസ്റ്റ് കോർപ്പ് വ്യൂ എന്ന് പറയുന്നത്. ലൂതർ ഗള്ളിക്കാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ദെൻ സബ്ജക്ട് മാറ്റർ വ്യൂ. സബ്ജക്ട് മാറ്റർ വ്യൂ എന്ന് പറയുന്നത് ഹെർബർട്ട് സൈമനാണ്. അതൊരു ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ് ആണ്. ഇപ്പൊ എന്താ പറയാ ഈ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഡിഫൻസ് വർക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഒരിക്കലും നമുക്ക് എന്താ പറയാ ഒരു ഹോസ്പിറ്റൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടു നടക്കുന്ന ഒരു രീതിയിൽ നമുക്ക് എന്താ പറയുക ഒരു സ്കൂൾ കൊണ്ടു നടക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇത് ഓരോന്ന് വ്യത്യാസമുണ്ട്, ഇതിന്റെ സബ്ജക്ട് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ രീതി ഉണ്ടായിരിക്കും. ഓക്കെ,
അതാണ് എന്താ പറയുക സബ്ജക്ട് മാറ്റർ വ്യൂ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് ഒറ്റ വാക്യം പറയാൻ പറ്റും. ദ വ്യൂ കംപ്രസൈസ് ദ ലൈൻ ഫംഗ്ഷൻ ഓർ സർവീസസ് മെന്റ് ഫോർ ദ പീപ്പിൾ. ദേ ഇൻക്ലൂഡ് ലോ ആൻഡ് ഓർഡർ, ഡിഫൻസ്, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത്. ദീസ് സർവീസ് ഹാവ് ദെയർ ഓൺ സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സ്. ആണല്ലേ, സ്പെഷ്യൽ, അതായത് പോസ്റ്റ് കോർപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ പോസ്റ്റ് കോർപ്പ് ചർച്ച ചെയ്യാത്ത ഇതിന്റെ സ്പെഷ്യലൈസ് ഉള്ള ടെക്നിക്സ് വെച്ചിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് എന്താ പറയുക, കേവലം ഇങ്ങനെ ഈ ഒരു പ്ലാനിങ്, ഈ ഒരു ഇത്ര 7 കാര്യങ്ങൾ വെച്ച് മാത്രം ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് നമുക്ക് സബ്ജക്ട് മാറ്റർ വ്യൂ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ഈ ചില കാര്യങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ ചില രീതി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ഈ പോസ്റ്റ് കോർ റിവ്യൂവിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ രീതി ഉണ്ട്. ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയാണ് സബ്ജക്ട് മാറ്റർ വ്യൂ എന്ന് പറയുന്നത്. ഹെർബർട്ട് സൈമന്റെ. ഓക്കെ, ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റ് ആർ മോഡിഫൈഡ് ബൈ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ സർവീസസ് ഇൻ വിച്ച് ദേ ഹാവ് ടു ഓപ്പറേറ്റ്. അതായത് ചില കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെ കൊണ്ടു നടക്കണം, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എങ്ങനെ കൊണ്ടു നടക്കുന്നത്, അതിന് അതിൻ്റെതായ മാനുവൽ ഉണ്ടായിരിക്കും, സ്കൂളിന് അതിൻ്റെതായ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരമുള്ള കാര്യങ്ങളെയാണ് എന്താ പറയാ സബ്ജക്ട് മാറ്റർ വ്യൂ അർത്ഥമാക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയാ എന്തൊക്കെ പഠിച്ചു, നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അഡ്മിനിസ്ട്രേഷന്റെ ആദ്യം നമ്മൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഡെഫിനിഷൻസ് പഠിച്ചു. ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിംഗ് ഡിസൈഡ് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ്. അതായത് ചില കാര്യങ്ങൾ നേടാനുള്ള കൂട്ടായ പ്രവർത്തനമാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയാ, ഈ നമ്മൾ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഫെലിക്സ് നിഗ്രോന്റെ ഒക്കെ എന്താ പറയാ കോട്ട് റെഡിൽ മാർക്ക് ചെയ്തത്, ആ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. യൂസ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഫെലിക്സ് നിഗ്രോന്റെ എന്താ പറയാ കൊട്ടേഷൻ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്താ പറയാ ഓർത്തിരിക്കുക. ഐ മീൻ നമുക്ക് മൊത്തം എന്താ പറയാ ഒരു ഒറ്റ വാക്കിൽ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ചില കോഡ് വാക്കുകൾ ഉണ്ടാക്കാം. ഓക്കെ, ദെൻ നമ്മൾ എല്ലാ എൽ ഡി വൈറ്റിന്റെയും ബ്രൂക്സ് ആഡംസിന്റെയും പിഫ്നറിന്റെയും എല്ലായിടത്തും പഠിച്ചു. ദെൻ അഡ്മിനിസ്ട്രേഷൻ, ഓർഗനൈസേഷൻ, മാനേജ്മെന്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പഠിച്ചു. ദെൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മീനിങ് പഠിച്ചു. പിന്നെ ഡെഫിനിഷൻസ് പഠിച്ചു. ഡ്രോവിൽസിന്റെയും ഡെൽവാളുടെയും പിഫ്നറിന്റെയും ലൂതർ ഗലിക്കിന്റെയും മാക്യുവിന്റെയും ഒക്കെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഇത് പഠിച്ചു. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോൺ പൊളിറ്റിക്കൽ ബ്യൂറോക്രസി ആണെന്നും എന്താ പറയുക പോളിസി എക്സിക്യൂഷനും പോളിസി മേക്കിങ്ങും എല്ലാം അതിൽ പെടുന്നുണ്ടെന്നും 3 ബ്രാഞ്ചസ് അതിനെ കവർ ചെയ്യുന്നുണ്ടെന്നും അതിൽ എസ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആണെന്നും ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ആണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. ദെൻ നേച്ചർ പഠിച്ചു. നേച്ചർ എന്ന് പറയുന്നത് ഇന്റർവ്യൂ വ്യൂ, മാനേജർ വ്യൂ 2 തരമുണ്ട്. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ മൊത്തം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരു വ്യൂ ആണ്, എല്ലാവരും ഉൾപ്പെടുന്ന വ്യൂ ആണ്. മാനേജർ വ്യൂ എന്ന് പറയുന്നത് കേവലം മാനേജേഴ്സിന്റെ മാത്രം ഡ്യൂട്ടി ആണ് എന്നുള്ളതാണ് പറയുന്നത്. മാനേജർ വ്യൂ നോക്കുന്നത് ലൂതർ ഗള്ളിക്കും ഹെർബർട്ട് സൈമനുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇന്റർവ്യൂ വ്യൂ ഹെൻറി ഫയോളും എൽ ഡി വൈറ്റും ആണ്. ദെൻ നമ്മൾ സ്കോപ്പ് പഠിച്ചു. സ്കോപ്പിന് 2 ആയി തരംതിരിക്കാൻ പറ്റും. ആസ് എ ആക്ടിവിറ്റി തിരിക്കാം, ആസ് എ ഡിസിപ്ലിൻ തിരിക്കാം. ആസ് എ ആക്ടിവിറ്റി ആകുമ്പോൾ മൊത്തം ആക്ടിവിറ്റീസ് എന്താ പറയാ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ ആസ് എ ഡിസിപ്ലിൻ ആകുമ്പോൾ നമ്മൾ പോസ്റ്റ് കോർ വ്യൂ, സബ്ജക്ട് മാറ്റർ വ്യൂ. പോസ്റ്റ് കോർപ്പ് നമുക്കറിയാം പ്ലാനിങ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് പോസ്റ്റ് കോർപ്പ് എന്ന് പറയുന്നത്. സബ്ജക്ട് മാറ്റർ വ്യൂ എന്നാൽ അങ്ങനെയല്ല, എന്താ പറയുക ഓരോ സബ്ജക്റ്റിനും ചില കാര്യങ്ങൾ സബ്ജക്ട് വൈസ് ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പൊ ഈ പോസ്റ്റ് കോർപ്പ് വഴി നമുക്കിത് നടത്താൻ പറ്റില്ല. ഇത് ഇങ്ങനെയല്ല എന്നാണ് എന്ത് പറയുന്നത് സബ്ജക്ട് മാറ്റർ വ്യൂ പറയുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇനി അടുത്ത പാർട്ടിലായിരിക്കും നമുക്ക് എന്താ പറയുക പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസും പബ്ലിക് പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷന്റെ സിമിലാരിറ്റീസും ഡിഫറൻസും ദെൻ റോൾ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അണ്ടർ LPG, അതായത് ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇറയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണെന്നും അതിനുശേഷം നമ്മൾ PYക്കും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് അടുത്ത വീഡിയോയിൽ കാണാം. ശരി.